ഇവരുടെ ഇറാൻ ബന്ധത്തെക്കുറിച്ച് കുറച്ച് മുമ്പ് ഉസ്താദ് വിശദീകരിച്ചു. അതുപോലെ തന്നെ ഇവരുടെ ഇസ്രായേൽ ബന്ധം ഈ ഹിസ്ബുള്ളക്ക് അതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയും ഇസ്രായേലും സുന്നി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി പല അവിശുദ്ധ ബന്ധങ്ങളും നിലനിന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ലബനാനിലെ ഷിയാക്കളും മാറോണൈറ്റ് ക്രിസ്ത്യാനികളും ഈ ബന്ധത്തിൻ്റെ കണ്ണികളായിരുന്നു. ഫലസ്തീനിലെ നിന്ന് അഭയാർത്ഥികളായി ലബനാനിൽ വന്ന സുന്നി മുസ്ലിങ്ങളെയും ലബനാനിലെ യഥാർത്ഥ തദ്ദേശീയരായ സുന്നികളെയും കൊലപ്പെടുത്തുക, നശിപ്പിക്കുക എന്നത് ഇവരുടെ തന്നെ ജനറൽ സെക്രട്ടറിയായ സുബഹി അത്തുഫൈലി ആ കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഇന്ന ഹിസ്ബുല്ലാഹു ഹറസു ഹുദൂദിൻ ലി ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ അതിർത്തി സംരക്ഷകരാണ് ഹിസ്ബുല്ല എന്നാണ് അദ്ദേഹം ഷർഖുൽ ഔസത്ത് പത്രവുമായിട്ട് 2003 നടത്തിയ ഇൻ്റർവ്യൂവിൽ. അത് ഹിസ്ബുല്ല പക്ഷിയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറിയാണ് ഈ കാര്യം പറയുന്നത് എന്ന് ഓർക്കണം. അതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി, 90ൻ്റെ ആരംഭത്തോടുകൂടി ഇറാൻ രാഷ്ട്രീയ രംഗത്ത് മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഇറാൻ വിദേശകാര്യ മന്ത്രി യഹൂദികൾ ശത്രുവല്ല, ഫലസ്തീൻ്റെ അമ്നിന് ഭീഷണിയല്ല എന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തു. അന്നു മുതൽ ലബനാനിൽ നിന്ന് പിൻവലിയാൻ ഈ സയോണിസ്റ്റുകൾ അഥവാ ഇസ്രായേൽ ഒരുമ്പെട്ടു. കാരണം ഇനി ലബനാനിൽ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്ന ഹിസ്ബുള്ള അവിടെ ഉണ്ട് എന്നതാണ് സിയോണിസ്റ്റുകൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ലബനാനിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് 1993 നാം കാണുന്നത്. ഈ രീതിയിൽ ഇസ്രായേൽ ഷിയാക്കളുടെ സ്വാധീനത്തിൽ വലിയ താല്പര്യം ഇസ്രായേലിനുണ്ടായിരുന്നു. അത് അവരുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ജെറൂസലേം പോസ്റ്റിൽ 1988 ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി, ഇസ്രായേലിൻ്റെ താല്പര്യം, സംയുക്ത താല്പര്യം, ഷിയാക്കളുമായുള്ള താല്പര്യം നമുക്ക് മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മേഖലയിലെ പ്രത്യേകിച്ച് ലബനാനിലെ ഷിയാക്കളുടെ താല്പര്യം ഇസ്രായേലിൻ്റെ കൂടി താല്പര്യമാണ് എന്ന കാര്യം, കാരണം ഇസ്രായേലും അമൽ കക്ഷിയും തമ്മിലുള്ള സൗഹാർദ്ദവും കരാറും ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ് എന്നൊക്കെ ഈ പത്രത്തിൽ വന്ന ലേഖനത്തിൽ ഈ ഇസ്രായേൽ ലേഖൻ എഴുതുകയുണ്ടായി. അതുപോലെ ഒരു ഭാഗത്ത് ഫലസ്തീൻ സംഘടനകൾ നുഴഞ്ഞു കയറുന്നതിൽ നിന്ന് പ്രതിരോധിക്കുവാൻ അമൽ പാർട്ടി അഥവാ ഷിയ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി ഈ ഇസ്രായേൽ ലേഖകൻ ഈ പത്രത്തിൽ എഴുതുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇറാനും ഇസ്രായേലും ഹിസ്ബുള്ളയുമെല്ലാം ഒരേ നാണയത്തിൻ്റെ വ്യത്യസ്ത പുറങ്ങളാണ്. പക്ഷേ അവർ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഈ തങ്ങൾ അധിനിവേശത്തിനെതിരാണ്, ജൂതന്മാർക്കെതിരാണ് എന്ന ഒരു മേലങ്കി അണിയുകയും യഥാർത്ഥത്തിൽ അവർ ജൂതന്മാരോടുകൂടി തുരങ്ക സൗഹാർദ്ദം രൂപീകരിക്കുകയും ഇസ്രായേലിനോട് ഒന്നിച്ചുകൊണ്ട് സുന്നി മുസ്ലിങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്ന ഷിയ പ്രോജക്റ്റ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്.